സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം കിളിമാനൂർ കുറച്ച് ദിവസം മുന്നേ വേടന്റെ പ്രോഗ്രാം വെച്ചിട്ട് അത് ക്യാൻസലായി കട്ട അലമ്പായ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ടെക്നീഷ്യൻ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ച കാരണത്തിലാണ് വേടൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷെ അവിടെ നടന്ന പ്രതിഷേധവും കലാപവും ഇന്ത്യ പാകിസ്ഥാനും കൂടെ ബോർഡർ നടത്തുന്നതിന്റെ ഒരു ചെറിയ അംശം അവന്മാർ ഇവിടെ അങ്ങ് കാണിച്ചെന്ന്. ഒരുപാട് നേരം നിന്ന് തളർന്ന് ക്ഷമയെ പരീക്ഷിച്ച ഒരു വിഷു ആയിപ്പോയി. ശരിയാണ്, അപ്പൊ നമ്മൾ പ്രതിഷേധിക്കും. പക്ഷെ പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും ഇത് എങ്ങനെയാണിത്? നിങ്ങളുടെ പ്രതികാരം കണ്ട് ബുദ്ധിമുട്ടുണ്ടായത് ആ പാവപ്പെട്ട ലൈറ്റ്സിന്റെ ഒക്കെ ടീമിലായിരിക്കും. എന്തോരം നാശനഷ്ടം അവന്മാർക്ക് ഉണ്ടായിക്കണം. സൗണ്ടിലും ലൈറ്റിലും ഒക്കെ ഉള്ള ചെളിയൊക്കെ വാരി എറിഞ്ഞ് വളരെ മോശം, വളരെ വളരെ മോശം. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ വയലിന്റെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. സംഘാടകർ ആക്ച്വലി ഈ പുള്ളിക്കാരെ മരിച്ചു പോയത് ഇവരുടെ അടുത്ത് ജനങ്ങളടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പിന്നീട് കാര്യം പറയാതെ അവരുടെ അടുത്ത് വേടൻ വരാൻ പറ്റാത്തത് തിരക്ക് മൂലം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും വയലന്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. വയലന്റ് ആയത് അവിടെ നിൽക്കട്ടെ, മിക്കുള്ള ആൾക്കാരും ഈ ഇങ്ങനത്തെ പരിപാടിയിലേക്ക് വരുമ്പോൾ വെള്ളം അടിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അതൊരു എൻജോയ്മെന്റ് ആയിട്ട് അങ്ങ് മാറും. ഈ ഉത്സവ പറമ്പിൽ അടി അല്ലെങ്കിൽ ഒരു 10 ആൾ കൂടുമ്പോൾ സമയത്തുള്ള ഷോ ഇതൊക്കെ ഇതൊരു രസമാണ്. കേരള സമൂഹത്തിനകത്ത് ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ആക്ച്വലി നിങ്ങൾ ഇവിടെ കണ്ടത്. ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ട് ബാക്കിയുള്ള ആൾക്കാരങ്ങ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ലഹരിയുടെ പിടുത്തത്തിലായിരിക്കും. അവന്മാരും ചെളിയൊക്കെ വാരി എറിഞ്ഞ് പരസ്പരം അവിടെ കിടന്ന് കളിക്കുക, അടിക്കും. ഒരാൾ ചെളി കിടന്ന് കളിക്കുന്നു. അതൊക്കെ എന്തുതരം പ്രതികരണം, എന്തുതരം പ്രതിഷേധമാണ്? നമുക്ക് സംഘാടകരെ കയ്യിൽ നിന്നില്ല. ആക്ച്വലി അവരെ കൊണ്ട് അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറം ഈ വിഷയം അങ്ങ് പോയി. പോലീസ് പോലെ ഇടപെട്ട് പോലീസിനൊക്കെ ചെളിക്ക് എറിഞ്ഞ് തകർത്ത് വെച്ചേക്കുന്നു. എന്തായാലും ഇത് കാരണം നല്ലൊരു ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട് കിളിമാനൂരിന്. പ്രതികരിക്കുമ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ അങ്ങ് പ്രതികരിക്കുക. പിന്നെ സംഘാടകരുടെ ഭാഗത്ത് തെറ്റുണ്ട്, കാരണം അവരത് കൃത്യമായി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു. പിന്നെ ഇത് അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറമായിപ്പോയി. കാരണം ഒന്നാമത് ഇത് പാസ് വെച്ചുള്ള ഷോ അല്ല. അപ്പൊ ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ ഇങ്ങനെ ചെറിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പാടത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്ലേസിനകത്ത് ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊച്ചു പിള്ളേർപ്പിടെ വന്നതാണ്. അപ്പൊ ഈ ചെളിയൊക്കെ വാരി എറിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? നോക്കൂ, നമ്മളെ പുസ്തകങ്ങളിൽ നമ്മൾ SSLCക്ക് വാങ്ങുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വളരെ വിവരമുള്ളവരാണ്, നമ്മൾ വലിയ ഉയർന്നൊരു സമൂഹമാണെന്ന് കരുതേണ്ടത്. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ പക്വതയോടെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ മലയാളി സമൂഹം വളരെ പിന്നോട്ടമാണ്. അത് ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ? വെള്ളം അടിക്കുക, ഇവിടെ ഒന്ന് അലമ്പ് കാണിക്കുക, 5 പേരെ കാണുമ്പോൾ ഷോ കാണിക്കുക, നമ്മൾ പ്രതികരിക്കുക, നമ്മൾ ഇതും കാണിക്കുക. ഫ്രസ്ട്രേഷനും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ അത് പ്രതികരിക്കേണ്ട രീതി മറ്റൊരു രീതിക്കാണ്. ഇതുപോലല്ല നമ്മളൊന്നും പ്രതിഷേധിക്കാൻ ചെയ്യേണ്ടത്. യാതൊരു കാരണങ്ങളും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. സമൂഹം എന്ന നിലയിൽ നമ്മൾ വളരെ പുറകോട്ടേ പോകുള്ളൂ. നമ്മളെ വിവരവും നമ്മളെ അറിവും നമ്മളെ വിദ്യാഭ്യാസവും നമ്മൾ പുസ്തകങ്ങളിലും ഡിഗ്രി സർട്ടിഫിക്കറ്റിലും കാണിക്കാതെ ഇതുപോലെ സോഷ്യൽ ഗ്യാതറിങ്സിലും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മദ്യപിക്കാനും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ പഠിക്കുകയും അത് കാണിക്കുകയും ചെയ്യുമ്പോൾ കേരളം മലയാളി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രൗഡാവും. ഇതുപോലെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. പിന്നെ വേടൻ ചെയ്തത് ആരും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എന്തായാലും അങ്ങനെ ചെയ്യും. കാരണം വേടൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ വന്ന് പാടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേടൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. സംഘാടകരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് അവരെ കയ്യിൽ നിൽക്കാത്തതിന് ആൾക്കാർ ഇത്രയും പേര് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലടേ. പോലീസിനെ കൊണ്ടുപോലും പറ്റൂല.